നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് സൂപ്പർ കാസിലാണ്. സൂപ്പർ കാസിലെ ഇർഷാദൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ഇർഷാദൊക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓരോ വണ്ടിയായിട്ട് ഇവിടുന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ മോഡൽ കൂടിയ പ്രീമിയം കാറുകളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം നല്ല വൃത്തിയുള്ള കാറുകൾ. ഇതിന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു? ലൊക്കേഷൻ മഞ്ചേരി ടൗണിൽ നിന്ന് മലപ്പുറം റോഡില് 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം. മഞ്ചേരി നിന്ന് മലപ്പുറം റോഡിന് 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം സ്ഥലത്ത് സൂപ്പർ ഓട്ടോ കാസ്. അപ്പൊ കോൺടാക്ട് ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരിട്ട് വിളിച്ച് ചോദിച്ച് വരിക. വണ്ടി സെയിലായി പോവും. പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഉറപ്പിച്ച ശേഷം വരിക. 2018-19 രജിസ്റ്റർ ZDI 2018 രജിസ്ട്രേഷൻ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടി. ഇത് V1 നമ്മൾ നേരത്തെ V2 കണ്ടു. ഇത് വേർഷൻ 1 ആണ്. ഇപ്പൊ ഫസ്റ്റ് ഇറങ്ങിയ ഫേസോട് കൂടി. പക്ഷെ ഇതിന്റെ ഗ്രില്ല് കോമ്പസിലാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇപ്പൊ കണ്ടു കിടക്കുന്ന ക്രൈസ് ആണ്. കോമ്പസിന്റെ ഗ്രില്ലാക്കുക. ആൾക്കാർ തെറ്റിദ്ധരിച്ച് കോമ്പസ് കയറിയ കഥ എന്നോട് ഇപ്പൊ പറഞ്ഞു. ഞങ്ങൾ നടന്നിട്ടുള്ളൂ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 1,25,000 കിലോമീറ്റർ. 1,25,000 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. അപ്പൊ ഓട്ടം പിന്നെ നോക്കണ്ട. എങ്ങനെയായാലും 1,00,000 വണ്ടി ഓടിയിട്ടുണ്ടാവും ഡീസൽ വണ്ടി. മൈലേജ് ആൾക്കാരൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. ഓട്ടത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല ഡീസൽ വണ്ടി. അതാണ് പ്രശ്നം. ആ ഓട്ടം എടുക്കുന്ന ആൾക്കും ആ മൈലേജ് കിട്ടും തന്നെ ചെയ്യും. എഞ്ചിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ വണ്ടി കണ്ടീഷൻ പറയുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ല. ഹിസ്റ്ററി ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല. എല്ലാ കമ്പനി ഹിസ്റ്ററി എഞ്ചിൻ എല്ലാത്തിനും മോഡൽ കൂടിയ വണ്ടികളാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. പിന്നെ ഒന്നും നോക്കാല്ല. മോഡൽ കൂടിയ വണ്ടികൾ എടുക്കുന്നുള്ളൂ. ശരി. അപ്പൊ ഇത് കിലോമീറ്റർ പറഞ്ഞത് 1,20,000. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ വണ്ടി റെഡിയാണ്. അലവിലൊക്കെ ഉണ്ട്. ZDI പ്ലസും കൂടി ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന്റെ തൊട്ട് താഴെയുള്ള മോഡലാണ്. ഓക്കെ, എത്ര ആസ്കിംഗ് റേറ്റ്? എത്രയാ ഇത് നമ്മൾ 8.5 ലക്ഷം രൂപ. 8,50,000 ആസ്കിംഗ് റേറ്റ് ഇനിയും കൊണ്ടും നേരിട്ട് കാണാൻ സംസാരിക്കുക. റേറ്റ് കുറച്ച് വാങ്ങിക്കൊണ്ടുപോവാ. അടുത്ത ടാറ്റ നെക്സോണിന്റെ V1 ഇതിനും ശേഷമല്ല പിന്നെ ബാക്കിയുള്ള മോഡൽ ഇറങ്ങുന്നത്, ഫേസ് ലിഫ്റ്റ് വരുന്നത്. ടാറ്റ നെക്സോൺ വേർഷൻ 1 വണ്ടിയാണ്. ഇതിന് ശേഷമാണ് പിന്നെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്നത്. അപ്പം എന്താ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? 2018 എക്സെറ്റ് പ്ലസ് ഡീസൽ. 2018 എക്സെറ്റ് പ്ലസ് ഡീസൽ ടോപ്പ് എൻഡ് മോഡൽ. അന്നത്തെ ടോപ്പ് എൻഡ് മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് ഡീസൽ വണ്ടി. 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ. ഞാൻ പറഞ്ഞ മാതിരി എല്ലാരും ഡീസൽ വണ്ടി ഓടി ആ പൂതി തീരുമ്പോൾ ഒഴിവാക്കുന്നത് ഈ 80,000 കിലോമീറ്ററിലെ അടുത്താണ്. ഓക്കെ, അങ്ങനെ എത്തിയ വണ്ടിയാണ്. അപ്പം വണ്ടി കംപ്ലൈന്റ് ഉണ്ടായിട്ടാവില്ല. ആ ഓടി 80,000 ആയ വണ്ടിയും ഇനി ഓടിക്കാനൊരു താല്പര്യം ഉണ്ടായിട്ട് കൊടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ, ഇത് റീപ്ലേസ്മെന്റ് മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളല്ല. കമ്പനി ഹിസ്റ്ററി വരുന്നത്. എഞ്ചിൻ പക്ക നോക്കണ്ട. ഓക്കെ, എത്ര ആസ്കിംഗ് റേറ്റ്? എത്ര? ഇത് നമ്മൾ 7,40,000. 7,45,000 റേറ്റ് ആസ്കിംഗ് അല്ലേ? ആസ്കിംഗ് റേറ്റ് ആണ്. നേരിട്ട് കാണാൻ വാങ്ങാം. റേറ്റ് കുറച്ച് വാങ്ങിക്കൊണ്ടുപോവാം. നെക്സോൺ തന്നെയാണ്. ഇത് സെയിം വേരിയന്റ് V1 ആണ്. ഇത് എക്സെറ്റ് പ്ലസ് ആണെങ്കിൽ ഇത് XM ആണ്. ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. എക്സെറ്റ് നേരത്തെ കണ്ട ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. 2018 തന്നെയാണ് മോഡൽ. 2018 തന്നെയാണ് മോഡൽ. സിംഗിൾ ഓണർ ആണ്. 92,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ 92,000 കിലോമീറ്റർ ഓട്ടം. ഡീസൽ വണ്ടി. ടയർ ഒക്കെ എത്രയാ? 92,000 ആണെങ്കിൽ ടയർ മാറ്റിയിട്ടുണ്ട്. 70 എബോ ടയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ടയറിന്റെ കാര്യത്തിൽ എടുക്കുന്ന ആക്കും നോക്കാം. വണ്ടി ഡീസൽ വണ്ടി ആയിട്ട് ആയിരിക്കും മൈലേജ് ഇതിന് എത്ര കിട്ടും? 18 മൈലേജ് കിട്ടും. 18 മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി സിംഗിൾ RCയിൽ വരുന്ന വണ്ടിയാണ്. എത്ര ആസ്കിംഗ് റേറ്റ്? എത്ര? 6,70,000 കിട്ടുന്ന വണ്ടിയാണ്. അതിനെക്കാട്ടും നല്ല മാറ്റമുണ്ട്. 1 ലാഖിന്റെ മാറ്റമുണ്ട് അല്ലേ? ഓക്കെ, ഒരു വേരിയന്റ് ഫുള്ളും മിഡിലും മാറ്റാണ്. ഓക്കെ, അപ്പൊ നല്ല വണ്ടിയാണ്. റേറ്റ് ആസ്കിംഗ് റേറ്റ് ആണ്. 1 ലക്ഷം എത്ര? ഓട്ടം 94,000. 6,70,000 ആസ്കിംഗ് റേറ്റ്. വില കുറയും. ചോദിച്ച് വാങ്ങാം. ഇതിന്റെ എക്കോസ്പോർട്ട് അല്ലേ? എക്കോസ്പോർട്ട് എല്ലാവരും മനം കവരുന്ന ഒരു വണ്ടിയാണ്. ഫോർഡ് എക്കോസ്പോർട്ട്. ഇത് ഒരു ക്രേസ് ഉള്ള വണ്ടികളാണ് ആൾക്കാരോട്. ഇതെങ്ങനെ വരുന്നത്? 2016 ആണ്. ട്രെൻഡ് പ്ലസ് പറഞ്ഞ വേരിയന്റ് ആണ്. 2016 ട്രെൻഡ് പ്ലസ്. 2016 ട്രെൻഡ് പ്ലസ് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടിയാണ്. ഓക്കെ, ഇത് എക്സ്ട്രാ അലോയില് ടൈറ്റാനിയത്തിന്റെ അലോയില് സെറ്റ് എക്സ്ട്രാ ചെയ്താണ്. എക്സ്ട്രാ അലോയിൽ ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റഡ് എല്ലാം ആക്കി. പ്രൊജക്റ്റഡ് അല്ല, എക്സ്ട്രാ വർക്കാണ് കേട്ടോ. പ്രൊജക്റ്റഡ് എല്ലാം ആക്കിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ടോ അല്ലേ? പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഏതാ സിസ്റ്റം ആണോ എക്സ്ട്രാ ചെയ്ത് പറഞ്ഞത്? ഈ കാണുന്ന സിസ്റ്റം. ഓക്കെ, ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ആക്കി. എക്സ്ട്രാ വർക്കാണ് ഇപ്പൊ പറഞ്ഞിരിക്കുക. ടച്ച് സ്ക്രീൻ ഒക്കെ ആക്കിയിട്ടുണ്ട്. എത്രയും വർക്ക് എടുത്ത വണ്ടിയാണ്. മോഡൽ എത്ര പറഞ്ഞു? 2016 85,000 കിലോമീറ്റർ. 2016 85,000 കിലോമീറ്റർ ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ വണ്ടി. ഓണർഷിപ്പ് 4 ആ ഒരു കുറവ് ഇതിനുണ്ട്. അതിനനുസരിച്ചുള്ള വിലക്ക് നമുക്ക് കൊടുക്കാം. ഓണർഷിപ്പ് 4 ആണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഈ വണ്ടിക്ക് ഇപ്പൊ പറയാനുള്ളൂ. അതിന്റെ കുറവ് ആ വിലയിലും കാണാം അല്ലെ? എത്ര ആസ്കിംഗ് റേറ്റ്? 5 ലക്ഷം. 5 ലക്ഷം.
5 ലക്ഷത്തിന് ഫോർഡ് എക്കോസ്പോർട്ട് ഇതും കൊണ്ട് 2016 അത് 1 ലക്ഷത്തിന് കിലോമീറ്റർ ആയില്ല അല്ലെ? 85,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പിന്നെ എന്ത് വേണം? ഫോർഡ് എക്സോർട്ട് 5 ലക്ഷം. അത്യാവശ്യം ഇപ്പൊ ആൾട്ടോ 4 ലക്ഷം കൊടുത്ത് വാങ്ങുന്നതാക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ 2016 മോഡൽ. കിലോമീറ്റർ ഓടിയിട്ടില്ല, 85,000 ഓടിയിട്ടുള്ളൂ. 16 സംബന്ധിച്ചിടത്തോളം ഓട്ടല്ല. ഓക്കെ, മൈലേജ് 16-17 ലെവലിൽ മൈലേജും പ്രതീക്ഷിക്കാം ഡീസൽ വണ്ടി. ലോങ് ഒക്കെ പോകുമ്പോൾ മാറ്റം വരും. 20ന്റെ അടുത്ത് നല്ല റോഡ് കിട്ടുകയാണെങ്കിൽ വെച്ച് പിടിക്കുകയാണെങ്കിൽ 20ന്റെ അടുത്ത് മൈലേജ് കിട്ടും നല്ല വണ്ടി. ഓക്കെ, അടുത്തേക്ക് പോവാം. കൊറോള അല്ലേ? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ്. ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ് 2018 ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഓക്കെ, 2018 പെട്രോൾ ലേറ്റസ്റ്റ് മോഡല്, ടോപ്പ് എൻഡ് മോഡല്. ഓക്കെ, RC ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ വണ്ടി. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോളിൽ ഓട്ടോമാറ്റിക്. ഡീസൽ പെർഫോമൻസ് ഇല്ല, പെർഫോമൻസിൽ മാറ്റം വരുന്നത്. പെർഫോമൻസ് ഭയങ്കര മാറ്റം. 1.8 ആണ് ഇത് വരിക. 1.8 ലിറ്റർ ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. കൊറോള CVT ഓട്ടോമാറ്റിക്. ഇത് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. കമ്പനി എന്ന് പറയുന്നത് A to Z കമ്പനി സർവീസ്. ഡോർ മാത്രമേ ഉള്ളൂ. ബാക്ക് ഡോർ ആണ്. ക്ലാസ് അല്ല, ക്ലാസ്സുകളൊന്നും മാറിയില്ല. ഡോർ മാത്രം. ബാക്ക് ഡോറും ചേഞ്ച് ആയിട്ടുണ്ട്. അതാ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അടിപൊളി ഗംഭീര ഇതൊരു ആഡംബര വണ്ടി തന്നെ പറയാല്ലേ. ഇത് എത്ര വിലക്ക് നമ്മൾ കൊടുക്കണ്ടേ? അതിന്റെ വില ചോദിക്കുന്നുള്ളൂ. ഇത് എത്ര? 24 ലക്ഷം രൂപ ഓൺ റോഡ് വില. 24 ലക്ഷം ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ്. എനിക്ക് കണ്ടിട്ട് അത്ര ഫിനിഷിംഗ് ആ വണ്ടിയിൽ കാണാനുണ്ട്. കാരണം നമ്മൾ സാധാരണ നോക്കുമ്പോൾ നേരടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുട്ടിയ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങാറാണ് കാണുമ്പോൾ. ആ ഒരു പ്രശ്നം ഇതിന് വണ്ടിക്ക് കാണുന്നില്ല. പിന്നെ ഇന്റീരിയറിൽ പറയും വേണ്ട, നീറ്റാണ്, വൈറ്റ് കളറാണ്, ചളിയായി എടുത്തറിയും. അതുകൊണ്ട് യാതൊരു ചളി കാണാനുമില്ല. എത്ര ആസ്കിംഗ് റേറ്റ്? എത്ര? 12 ലക്ഷം രൂപ. 12 ലക്ഷമാണ് ആസ്കിംഗ് റേറ്റ് ആണ്. 12 ലക്ഷം. ഇതിന് 80% ലോൺ കയറും. 80% ലോൺ ഇതിനും കയറും. 12 ലക്ഷമാണ് ആസ്കിംഗ് റേറ്റ്. വില ഫിക്സഡ് അല്ല, ആസ്കിംഗ് 12 ലക്ഷം. വില ഇനിയും കുറയും. ശരി, അടുത്ത് ഹോണ്ട ഹമേസ് ആണല്ലേ? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വരും. ഇതിപ്പോ രണ്ടാമത്തെ V2 അല്ലേ വന്നിട്ടുള്ളൂ. ഈ വണ്ണ് മൂക്ക് ചെത്തിയിട്ട് V2 ആക്കി. ഹോണ്ട അമേസ്. ഏതായാലും ഹോണ്ട സിറ്റിനെ അങ്ങ് ചെറുതാക്കി എടുത്ത് മയപ്പെടുത്തിയ വണ്ടി. മൈലേജിന്റെ കാര്യത്തിൽ ഡീസൽ അല്ലേ? മൈലേജിന്റെ കാര്യത്തിൽ സെഡാൻ വണ്ടികൾക്കൊക്കെ നല്ല പെർഫോമൻസ് ആണ്. 20ന്റെ മുകളിൽ മൈലേജ് സെഡാൻ വണ്ടികൾക്ക് കിട്ടുന്നുണ്ട്. കൺഫേം ആയിട്ട് 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടിയാണ് ഡീസൽ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 48,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി 48,000 കിലോമീറ്റർ ഓടി. 2019 ടോപ്പ് എൻഡ് മോഡല് ഡീസൽ വണ്ടി. 2018 ആണ്. വെറും 50,000 ചോട ഓടിയ ഡീസൽ വണ്ടിക്ക് കിട്ടാൻ അപൂർവമാണ്. റേറ്റ് ഇങ്ങനെ വരുന്നത് 8,90,000 റേറ്റ് ആസ്കിംഗ് അല്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 8,90,000 റേറ്റ്. ബാക്കിയുള്ള വണ്ടിയൊക്കെ നെഗോഷ്യബിൾ ആണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ ചെറുതായിട്ട് എന്തെങ്കിലും ഈ വണ്ടിയിൽ ചെയ്ത് തരും. ഓക്കെ, ശരി. ഇന്നോവ ക്രിസ്റ്റ അടുത്ത വണ്ടി അല്ലേ? ഇന്നോവ ക്രിസ്റ്റ ഡീസൽ അല്ലേ? ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. ഡൽഹി രജിസ്ട്രേഷൻ കാണില്ല. ഡൽഹി രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്. എടുക്കുന്ന ആളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കും. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. സിംഗിളോ? അപ്പൊ ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. കട്ടല മുട റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2016 Z ഓട്ടോമാറ്റിക്. 2016 Z ഓട്ടോമാറ്റിക്. 1,47,000 കിലോമീറ്റർ. ടോട്ടൽ ലോസ് ബ്ലഡ് വണ്ടിയില്ല. അതിൽ ഗ്യാരണ്ടി. ടോട്ടൽ ലോസ് വണ്ടിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്ന നിങ്ങൾ കൊണ്ടുപോകുന്നില്ല, തിരിച്ചെടുക്കാം. നമ്മളെടുക്കും. ടോട്ടൽ ലോസ് നമുക്ക് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഉള്ളത് നമ്മളുള്ള മാതിരി പറഞ്ഞു കൊടുക്കും. ഉള്ളതുള്ള മാതിരി പറയും. അതെ, ഓക്കെ. റീപ്ലേസ്മെന്റ് ഇല്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 147. ജെനുവിൻ 147. അതിൽ നമുക്ക് ഉറപ്പ് കൊടുക്കാം. പ്രൈവറ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 147 ഓടിയ വണ്ടി. ക്രിസ്റ്റ 147 ഓടിയ അങ്ങനെ കിട്ടൂല അല്ലെ? ഡീസൽ വണ്ടി എന്തായാലും നല്ല ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഇപ്പൊ എല്ലാവരും മടിച്ചു. ഓട്ടോമാറ്റിക് ഞാൻ അടക്കം ഓട്ടോമാറ്റിക് പോകാനായിട്ട് ടെൻഡൻസി കൂടി വരാണ്. ഓട്ടോമാറ്റിക് കാറില്ലാതെ ഇപ്പൊ നടക്കാൻ ഇടങ്ങാറാണ്. ക്ലച്ച് ഓടിയിട്ട് കാല് 8 കാലം പോയി കിട്ടും. എത്ര ആസ്കിംഗ് റേറ്റ്? എത്രയാണ്? NOC നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14,000 വിത്ത് NOC. 6 പേർക്ക് കൊടുക്കാം വിത്ത് NOC. എത്ര? 14,000 കാറിൽ വിത്ത് NOC. ഈ രജിസ്ട്രേഷൻ വണ്ടികൾക്ക് അടവ് ലോൺ എങ്ങനെ കിട്ടും? നമുക്ക് നമ്പർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഇതേപോലെ തന്നെ 70-75% ലോൺ. നമ്പർ ആയി കഴിഞ്ഞാൽ 70-75% ലോൺ. നമ്പർ ആവാൻ നമുക്ക് എത്ര ചെലവാകും? ഏകദേശം 2 ലക്ഷം രൂപ. 2 ലക്ഷത്തിനടുത്ത് ടാക്സ് വരും. ടാക്സും കേരള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് പോരോ എത്ര താഴെ കിടക്കും. കേരള വണ്ടി എന്തായാലും കൊടുക്കണം 19 ലക്ഷം രൂപ. 19 ലക്ഷം കൊടുക്കണം. ഒന്നാമത് പിന്നെ ഈ ഓട്ടം എൻജിൻ ക്രിസ്റ്റയിൽ Z ഓട്ടോമാറ്റിക് പറഞ്ഞില്ല, ഓട്ടോമാറ്റിക് ഇല്ല അല്ലെ? മാനുള്ളൂ. അപ്പം നല്ലൊരു അവസരമാണ് സ്വന്തമാക്കാനുള്ള. അപ്പം ഓട്ടോമാറ്റിക് വണ്ടി ക്രിസ്റ്റ. ഓക്കെ, വില നെഗോഷ്യബിൾ ആണ്. വില നെഗോഷ്യബിൾ ആണ്.
വാങ്ങാ, ചോദിക്കുക, കുറയാം. കുറച്ച് ഗാംഭീര്യം കൂടിയ ഇടുപ്പ് കൂടിയ ഒരു വണ്ടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫോർച്യൂണർ 2012 ടൂ വീൽ ഓട്ടോമാറ്റിക്. 2012 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. 2012 ടൂ വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ് അല്ലെ. ടയറൊക്കെ എത്ര ഉണ്ട്? ടയറൊക്കെ എന്തായാലും ഒരു 50% മുകളിൽ ടയർ ഉണ്ട്. ഇതിന്റെ ടയറിന് ശേഷം അത്യാവശ്യം വില വരും അല്ലെ. വില വരും. 50ന്റെ മുകളിൽ ടയർ ഉണ്ട്. ഒന്നും നോക്കണ്ട. ഓടിയത്തോളം കിലോമീറ്റർ ഇനിയും ഓടാൻ വണ്ടി. ഇപ്പോ 3ാമത്തെ ഓണറാണ്. ഇവിടെ നമ്പർ ആയ വണ്ടിയാണ്. ഓണർഷിപ്പ് ഓക്കെ, റീരജിസ്റ്റേർഡ് വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയിട്ടാണ് 3ാമത്തെ ഓണർ. നമ്പർ ആയിട്ട് KL84 നമ്പർ ആയതാണ്. KL84 നമ്പർ ആയ വണ്ടിയാണ്. അപ്പം ആ കാര്യത്തിലും പേടിക്കാല്ല. വണ്ടി നമ്പർ ആയ വണ്ടിയാണ്. 8 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. 8 ലക്ഷം വരെ ലോണും കിട്ടുന്ന വണ്ടിയാണ്. 2,21,000 കിലോമീറ്റർ ആണ് ഓട്ടം. 2,21,000 കിലോമീറ്റർ ഒന്ന് ജനുവരി ഉണ്ടാവും. 2,21,000 എന്തായാലും എഞ്ചിൻ. അതെ, ഓരോ വീഡിയോയിലൊക്കെ തകർന്നു കിടക്കുന്ന വണ്ടിന്റെ എഞ്ചിൻ കറങ്ങുന്ന വീഡിയോസ് ആണ് ടൊയോട്ടന്റെ കാര്യത്തിൽ. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ടൊയോട്ടന്റെ എഞ്ചിന്റെ കാര്യത്തില്. അത്രയും പെർഫോമൻസ് ആണ്. ഓക്കെ, തട്ടിൽ മുട്ടൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. വില നെഗോഷ്യബിൾ. ഇത് നമുക്ക് 12,25,000 12,25,000 കിലോ പറഞ്ഞത്. ഇയർ പറഞ്ഞത് 2012 ടൂ വീൽ ഓട്ടോമാറ്റിക്. 2012 ടൂ വീൽ ഓട്ടോമാറ്റിക്. വില 12,400. വില നെഗോഷ്യബിൾ അല്ലേ? ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ അല്ലേ? വില കുറയും. നെഗോഷ്യബിൾ റേറ്റ് കണ്ടോട്ടെ. ഇതിന്റെ റേറ്റ് ഇപ്പത്തെ റേറ്റ് ഇതൊന്നും അല്ല. അതെ, അതും കുറച്ചിട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങൾ വരിക, നോക്കുക, കമ്പയർ ചെയ്തിട്ട് തന്നെ വരിക. ഈ റേറ്റ് ബാക്കിയുള്ളടത്ത് അന്വേഷിച്ച് കമ്പയർ ചെയ്തിട്ട് കുറവാണെങ്കിൽ വന്നാൽ മതി. വണ്ടി ഇവിടെ ഉണ്ടാവും. ശരി, കണ്ടമാരി തന്നെ ഫോർച്യൂണർമാരി തന്നെ അടിപൊളി ഇടുപ്പുള്ള വണ്ടി അല്ലേ? പക്ഷെ മഹീന്ദ്രന്റെ വണ്ടിയാണ്. മഹീന്ദ്രന്റെ വണ്ടിയാണ്. XUV 500. XUV 500 ഒന്നും പറയില്ല പേര്. ഞാൻ ചില 500 ഞാൻ സാധാരണ പൊതുവെ കേൾക്കാത്താണ്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. 500 ഏതാ? 500 തന്നെയല്ലേ? 500 അല്ലല്ലേ ചോദിക്കും. ഓക്കെ, എന്താ ഈ വണ്ടിന്റെ വിശേഷങ്ങൾ? 2014 W8 അന്നത്തെ ഏറ്റവും ടോപ്പ് വരും. 2014 W8, അതായത് അന്നത്തെ ടോപ്പ് എൻഡ് മോഡൽ. എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. എയർ ബാഗ് എത്ര? 8 എയർ ബാഗ് വരുന്ന അന്നത്തെ ടോപ്പ് എൻഡ് W8 മോഡലാണ്. 2014 മോഡല്. 1,07,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓണർ. 1,07,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടി പക്കാ നീറ്റ് ക്ലീൻ. ടയർ ഏകദേശം എത്ര വരുന്നുണ്ട്? ടയർ എന്തായാലും ഒരു 50% മുകളിൽ. 50% മുകളിൽ ടയറും വരുന്നുണ്ട്. ബാക്ക് ടയർ ഒരു 80% വരെ. 80% ബാക്ക് ടയറും വരുന്നുണ്ട്. പെട്ടെന്ന് കയറിയ ഫ്രണ്ട് ടയർ പെട്ടെന്ന് കയറില്ലേ? 80% ബാക്ക് ടയറും വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കാ നീറ്റ്. ഇന്റീരിയർ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്റീരിയർ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ നീറ്റ് ക്ലീൻ അല്ലേ? നീറ്റ്. അത് കാരണം നമ്മൾ ഒന്നും പറയുന്നില്ല. കാരണം അത്രയും പുതിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. പഴയ വണ്ടികളാണ് പറയാനില്ല. അതുകൊണ്ടാണ് ഇന്റീരിയറിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. എത്രയാണ് ഇത്? നമുക്ക് 6,75,000. 6,75,000 റേറ്റ്. കേരള വണ്ടി തന്നെയല്ലേ? കേരള ജെനുവിൻ കേരള വണ്ടിയാണ്. അത്യാവശ്യം ഇടുപ്പുള്ള വണ്ടി അല്ലേ? റോഡ് കൂടെ ഒന്ന് പാഞ്ഞു പോയാൽ രണ്ടാൾ മാറി നിൽക്കും. അത്രയ്ക്ക് ഇടുപ്പുള്ള വണ്ടിയാണ്. അതെ, വില നെഗോഷ്യബിൾ അല്ലേ? വില ഇനിയും കുറയും. ശരി, ആയിക്കോട്ടെ. അടുത്തത് റെനോൾട്ടിന്റെ ക്യാപ്ചർ ഇല്ലേ? 5 സീറ്റർ വണ്ടി തന്നെയല്ലേ? നീളം കണ്ടോ? 7 സീറ്ററിന്റെ നീളം ഉണ്ടല്ലോ. പെർഫോമൻസ് 1.5 ഇഞ്ചിനാണ്. 1.5ന്റെ ഡീസൽ വണ്ടിയാണ്. മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് 18 കിലോമീറ്റർ മൈലേജും കിട്ടും. അത്യാവശ്യം വലിയ വണ്ടി. ഡിക്കി സ്പേസ് ഒരുപാട് ഡിക്കി സ്പേസ് ഉണ്ട്. നല്ല നീളമുണ്ട് വണ്ടിക്ക്. 2018-19 രജിസ്റ്റർ. 78,000 കിലോമീറ്ററോട് സിംഗിൾ ഓണർ. 2018 മോഡൽ 19 സിംഗിൾ ഓണർ ഡീസൽ വണ്ടി. 78,000 കിലോമീറ്റർ അല്ലെ? 78,000 കിലോമീറ്റർ. അഡീഷണൽ ആയിട്ട് 24,000 രൂപ കമ്പനിയിൽ എക്സ്ട്രാ അടക്കുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടി ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. നിലവിൽ വാറണ്ടി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അത് ചെയ്ത് കമ്പനിയിൽ നിന്ന് തരും. നിലവിൽ വാറണ്ടി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അഡീഷണൽ ആയിട്ട് 20,000 രൂപ കൂടി അടച്ചാൽ എക്സ്ട്രാ വാറണ്ടി എത്ര? 3 വർഷം കിട്ടും. 3 വർഷത്തേക്ക് അഡീഷണൽ വാറണ്ടി കൂടി കിട്ടാവുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പൊ കിലോമീറ്റർ പറഞ്ഞു 78,000 പറഞ്ഞു. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റേറ്റ് എത്രയാണ്? 6,85,000. 6,85,000 ഡീസൽ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ആസ്കിംഗ് റേറ്റ് ആണ്. റേറ്റ് ഇനിയും കുറയും. കാണാൻ വന്ന നോക്കുക, ഇഷ്ടപ്പെടുക. അടുത്ത ഇന്നോവയാണ് അല്ലെ? ഇന്നോവ ക്രിസ്റ്റ കണ്ടു. ഇത് ഇന്നോവ. ഇത് പേര് മാറ്റിയല്ലോ? ഫ്രണ്ട് മാറ്റിയല്ലോ? ടൈപ്പ് 4 തന്നെ ഇറങ്ങുന്ന വണ്ടി. ടൈപ്പ് 4 തന്നെയാണ്. മോഡലൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ടൈപ്പ് 4 ആണോ ചോദിക്കുന്നത്? 2013 മോഡൽ ബി ഓപ്ഷൻ ഡീസൽ വണ്ടി. എല്ലാവരും പറയുന്ന 10-12 മൈലേജ് കിട്ടും. 12 കിട്ടും. പിന്നെ ടിറ്റിലൊക്കെ ആണെങ്കിൽ 10 പ്രതീക്ഷിക്കാം. ഓക്കെ, 12 ലോട്ട് മൈലേജ് ഡീസൽ വണ്ടി. ഇന്നോവ മോഡൽ പറഞ്ഞ 13 മോഡൽ വണ്ടി. റീ വണ്ടിയാണ്. 4ാമത്തെ ഓണർ.
റീവണ്ടി 4ാമത്തെ ഓണർ. കിലോമീറ്റർ എത്ര പറഞ്ഞേക്കാം? കിലോമീറ്റർ ഇത് ജെനുവിൻ ആകാൻ ചാൻസ് ഇല്ല. 1,10,000 കിലോമീറ്റർ. അതെ, കിലോമീറ്റർ ജെനുവിൻ അല്ല തോന്നുന്നത്, അല്ലാന്ന് തന്നെ പറയുന്നുണ്ട്. ജെനുവിനിറ്റി നമുക്ക് ഉറപ്പില്ല. റീവണ്ടിയാണ് അല്ലെ, 4ാമത്തെ ഓണറാണ്. അപ്പൊ റേറ്റും ആ റേറ്റ് നമ്മൾ ചോദിക്കുന്നുണ്ടോ? ആ റേറ്റേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി തട്ടിൽ മുട്ട റീപ്ലേസ്മെന്റ് കാര്യമില്ല. റീവണ്ടി ആകുമ്പോൾ ഫ്ലഡിന്റെ കാര്യം എല്ലാവർക്കും പേടി. റീവണ്ടിയിലാകുമ്പോൾ ഫ്ലഡ് ടോട്ടൽ ലോസ് ഗ്യാരണ്ടി. ഫ്ലഡ് ടോട്ടൽ ലോസ് ഗാരേജ് ഉള്ള വണ്ടിയിൽ എല്ലാത്തിലും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ യാതൊരു ഇല്ല. അങ്ങനെ കണ്ടെത്താൻ നിങ്ങൾ കൊണ്ടുവരിക. ആയിക്കോട്ടെ. എത്രയാണ് ചോദിക്കുന്നത് ആസ്കിംഗ് റേറ്റ്? 8,15,000 ആണ് ആസ്കിംഗ് റേറ്റ്. അപ്പൊ ടയർ കാര്യങ്ങൾ എത്ര ഉണ്ട്? ടയറൊക്കെ ബില്ല് 50ന്റെ മുകളിൽ 70% ഉണ്ടല്ലോ. ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ ബാക്ക് ഫ്രണ്ട് ഒരേ ടയർ തന്നെ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. റേറ്റ് നമുക്ക് ഇനിയും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ? അടുത്ത് നോക്കാം. അത് റെനോൾട്ടിന്റെ ക്യാപ്ചർ തന്നെയാണ്. മറ്റൊരു ക്യാപ്ചറോടെ കണ്ടു അല്ലേ? ടോപ്പ് എൻഡ് നേരത്തെ കണ്ടതിന്റെ ടോപ്പ് എൻഡ് മോഡൽ ക്യാപ്ചർ, റെനോൾട്ട് ക്യാപ്ചർ. അതായത് 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. 2017 മോഡൽ 18 രജിസ്റ്റർ. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വണ്ടി. അതായത് ടോപ്പ് എൻഡ് മോഡലിന്റെ തൊട്ട് അല്ല, ടോപ്പ് എൻഡ് മോഡൽ നേരത്തെ കണ്ട അതിന്റെ തൊട്ട് താഴെയുള്ള. ഓക്കെ, കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 1,23. കമ്പനി സർവീസ്. ഒരു റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല, ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ്. ഒരു ഇൻഷുറൻസിൽ ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. കറക്റ്റ് സർവീസും ഉറപ്പ് പറയുന്നുണ്ട്. എഞ്ചിൻ പരമായിട്ട് നോക്കണ്ട. കറക്റ്റ് സർവീസ്. മാറേണ്ട സംഗതികളൊക്കെ കമ്പനിയിൽ നിന്ന് മാറിയതാണ്. മാറേണ്ട സമയത്ത് മാറേണ്ട പാർട്സ് മാറിയതൊക്കെ പെട്ടതാണ്. മെക്കാനിക്കലി ഒക്കെ ഫുൾ ഫിറ്റ്. അങ്ങനെയാണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അത്രയും വൃത്തിയിൽ കൊണ്ടെടുക്കണമെങ്കിൽ പിന്നെ പറയാനില്ല. അത്രയും നീറ്റ് ആയിരിക്കും. ടയറൊക്കെ ഒരു 80% മുകളിൽ ടയറും ഉണ്ട്. അപ്പൊ ടയറിന്റെ കാര്യത്തിൽ നോക്കാനില്ല. എത്ര ഓണർഷിപ്പ്? എത്ര പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ആസ്കിംഗ് റേറ്റ് എത്ര? ഇത് നമ്മൾ 6,85,000. 6,85,000 ആസ്കിംഗ് റേറ്റ് ആണ്. റേറ്റ് നെഗോഷ്യബിൾ അല്ലേ? കുറച്ച് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. റേറ്റ് കുറച്ച് തരും. നെഗോഷ്യബിൾ ആണ്. വിളിച്ചല്ലേ? ഓക്കെ, ലോഡല്ലേ? അടുത്ത് പിന്നെ ഒരു ബൊലേറോ വന്നു അല്ലേ? വൈറ്റ് കളർ ബൊലേറോ. നേരത്തെ ചോക്ലേറ്റ് കളർ കണ്ടു, ഇപ്പൊ വൈറ്റ് കളർ ബൊലേറോ. ഓക്കെ, എന്തായാലും 2014 ZLX ബൊലേറോ. 2016 ZLX ഏറ്റവും ടോപ്പ് വേരിയന്റ്. ടോപ്പ് മോര്. അപ്പൊ നേരത്തെ കണ്ടത് തൊട്ട് താഴെ. അത് വേരിയന്റ് ഒക്കെ മാറി, ഇഞ്ചിനെല്ലാം മാറി. അതായത് ഇത് M2DA ഇഞ്ചിന്. അത് പവർ പ്ലസ് എംബോക്ക് ഇഞ്ചിനാണ്. അതായത് നമ്മുടെ മറ്റേ BS6 വരുന്ന BS4 BS4 വരുന്ന വണ്ടിയാണ് അല്ലെ? മോഡൽ എത്ര വരുന്നത്? ഇത് 2014 മോഡൽ ബൊലേറോ അല്ലേ? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്രയായിരുന്നു? 113 ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, 1 സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്കാ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ എത്ര വരുന്നുണ്ട് ഏകദേശം? ടയറൊക്കെ എന്തായാലും 50% മുകളിൽ ടയറും വരുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും പഠിക്കില്ല. എത്ര ആസ്കിംഗ് റേറ്റ്? എത്ര? ഇത് നമ്മൾ 5 ലക്ഷം. 5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ബൊലേറോ അല്ലെ? ആസ്കിംഗ് റേറ്റ് ആണ് 5 ലക്ഷം ആസ്കിംഗ് റേറ്റ്. ഇപ്പൊ റേറ്റ് ഇനിയും കുറയും. ചോദിക്കാം, വാങ്ങാം. ഓക്കെ, അടുത്ത മാരുതിന്റെ ചെറുവണ്ടി അല്ലെ? പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇഗ്നീസ് എന്ന് പറയുന്നത് റിറ്റ്സിന് പകരം വന്നാണോ? അങ്ങനെ ടോക്കൺ ഞാൻ കേട്ടു. റിറ്റ്സിന് പകരം മാരുതി ഇറക്കിയ ഒരു വണ്ടി. റിറ്റ്സ് നിർത്തിയ സമയത്താണ് ഇത് വരുന്നത്. നിർത്തിയ സമയത്താണ് ഇത് ലോഞ്ച്. റിറ്റ്സിന്റെ ഒരു തുടക്കക്കാരൻ, ബാക്കിക്കാരൻ എന്നുള്ള പേര് വന്നു. എന്താ വണ്ടിയുടെ വിശേഷങ്ങൾ? ഇത് 2017-18 റേസർ. 1,06,000 കിലോമീറ്റർ സിഗ്മ വേരിയന്റ്. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ. 1,06,000 കിലോമീറ്റർ സിഗ്മ മോഡൽ അല്ലെ? പെട്രോൾ വണ്ടി. വണ്ടി പെട്രോളിൽ ഇറങ്ങുന്നുള്ളൂ. ഇതിന്റെ ബോണറ്റ്, ഗ്രില്ല്, ഹെഡ് ലാമ്പ് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫോട്ടോസ് ആയത് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മള് പാർക്കിങ്ങിൽ നിർത്തിയപ്പോ വന്ന് കയറി തൂണുമ്മ കൊണ്ട് ജാമാക്കിയ ആ സമയത്ത് കമ്പനി തന്നെയാണ് മാറ്റി. ബോണറ്റ് മേജർ അല്ല, മൈനർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ്, ഗ്രില്ല്, ഹെഡ്ലൈറ്റ് ഇത് രണ്ടും മാറിയിട്ടുണ്ട്. വേറെ പ്രശ്നമില്ല. പോസ്റ്റും കൊണ്ടുപോയി ചെറുത് ഉമ്മച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ റേറ്റിൽ ആ കുറവ് നമുക്ക് കാണാമല്ലോ അല്ലെ? ഓക്കെ, ടയർ എബോ അവറേജ് ടയറും ഉണ്ട്. ബാക്കി റീപ്ലേസ്മെന്റ് ഇത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും. കിലോമീറ്റർ എത്ര ഓടി? 1,06,000 പെട്രോൾ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ വണ്ടി KL10 നമ്മുടെ മലപ്പുറം വണ്ടി. KL10 വണ്ടിയാണ്. അപ്പൊ എത്ര ആസ്കിംഗ് റേറ്റ്? എത്ര? 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയ്ക്ക് 2017-18 4 ലക്ഷം. ബോണറ്റും ഗ്രില്ലും ഹെഡ്ലൈറ്റും മാറിയുള്ള പേര് 4 ലക്ഷം. അത് എങ്ങനെയൊക്കെ തട്ടിയെന്നുള്ള നമുക്ക് കാണിച്ചു കൊടുക്കാം. എങ്ങനെ തട്ടിയത് തെളിവുണ്ട്. അത് വേണമെങ്കിൽ അതും ഹാജരാക്കാൻ ഇവിടെ തയ്യാറാണ്. അത്രയ്ക്കും ഉറപ്പ് വണ്ടിയും കൊടുക്കുന്നുണ്ട്. കാരണം തട്ടിയ വണ്ടിക്ക് അപ്രോണൊക്കെ മാറ്റി കണ്ടിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇനി അപ്രോണ് മാറ്റി നിങ്ങൾ വണ്ടി കൊണ്ടുവരും അല്ലേ? അപ്രോണ് മാറ്റിയാണ് നിങ്ങൾ വണ്ടി കൊണ്ടുവരും, നമ്മൾ മാറ്റി തരും. അത്രയ്ക്ക് ഉറപ്പ് വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് പൈസ കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ
കുറച്ച് മുന്തിയ വണ്ടികൾ വിലക്കുറവിൽ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ സജസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് മാക്സിമം ലോണും മാക്സിമം 20,000 രൂപ വണ്ടി കൊണ്ടുപോകും. കാരണം നമുക്ക് പുതിയ മോഡൽ നല്ല വണ്ടിയായി കുറച്ച് റേറ്റ് കുറവിന് കിട്ടും ചെയ്യും ആദായത്തിന്. ഓക്കെ, വിൽക്കുമ്പോഴും ആ റേറ്റ് കുറയുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ മറ്റൊരു വണ്ടി ഷിഫ്റ്റ് അല്ലെ, ഷിഫ്റ്റ് അതായത് ഫസ്റ്റ് വേർഷൻ 1 ആവും. വേർഷൻ 2009 ഷിഫ്റ്റ് VDI 2009 ഡീസൽ വണ്ടി, ഷിഫ്റ്റ് VDI മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ. ഓക്കെ, 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ, ജെനുവിൻ കിലോമീറ്റർ സർവീസ്. ഓക്കെ, 29,000 ജെനുവിൻ കിലോമീറ്റർ സിംഗിൾ RC ഓണർ. അതായത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എൻജിൻ പരമായിട്ട് ഗ്യാരണ്ടി മെക്കാനിക്കലി ഫിറ്റ് ആയ വണ്ടിയാണ്. അലോയ് എക്സ്ട്രാ ചെയ്തിന്, എക്സ്ട്രാ അലോയ് വീൽ വരെ ചെയ്ത വണ്ടിയാണ്. ടയർ ആവറേജ് ടയറും ഉണ്ട്. ഓക്കെ, അപ്പൊ 2009 ആണ് റിന്യൂവലിനായിട്ടുണ്ട്. റിന്യൂവൽ ആയിട്ടുണ്ട്, 2009 റിന്യൂവൽ ആയ വണ്ടി. റിന്യൂവൽ എടുക്കാൻ ഒരു സംഖ്യ പെയിന്റിംഗ് ഒക്കെ ഇതൊന്നും ചെയ്യാം, വണ്ടിമൊന്നും ചെയ്യാല്ല. ചാർജ് അടയ്ക്കാം. അതെ, ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ടാക്സ് അടയ്ക്കാം, റിന്യൂവൽ അടയ്ക്കാം. ഇപ്പൊ ഏകദേശം എത്ര? 15 രൂപ തീരും. ഓക്കെ, അപ്പൊ വണ്ടി എത്ര റേറ്റ് എത്രയാ? ഇത് നമുക്ക് വില നോർമലി 2009 സംബന്ധിച്ചിടത്തോളം കുറച്ച് വില കൂടുതലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിന്റെ ക്വാളിറ്റി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിന്റെ ക്വാളിറ്റി 2009 വെച്ച വില കുറച്ച് കൂടുതലാണെന്ന് പറയും. 2,20,000. 2,20,000. എനിക്ക് തോന്നുന്നു 2 ലക്ഷം റേഞ്ചിൽ തന്നെ 2,20,000 ഒരു ചെറിയൊരു മാറ്റമുള്ളൂ. ചെയ്തിട്ടുണ്ട്, സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ് ഇല്ല. വണ്ടിന്റെ ഒരു ക്വാളിറ്റി ഉറപ്പോടെ കൂടി കൊടുക്കുന്ന വണ്ടിയാണ്. റിന്യൂവൽ എടുക്കണവർക്ക് 15 ഞാൻ പറഞ്ഞത് അത്ര ആവൂല, അത്രയും ആവൂല, അതിന് താഴെ വരുന്നുള്ളൂ. അപ്പൊ ഡീസൽ വണ്ടി കൊതിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. കാരണം കുറഞ്ഞ റേറ്റിന് ഇത്രയും ഉറപ്പ് കൊടുത്തിട്ടൊരു വണ്ടി കിട്ടുക ദൗർലഭമാണ്. അപ്പൊ നല്ലൊരു വണ്ടി സജസ്റ്റ് ചെയ്യാണ്. അതും അലോയിൽ കയറ്റിയ നല്ലൊരു വണ്ടി, ഡീസൽ വണ്ടി. മൈലേജ് ഇപ്പൊ എന്തായാലും നമുക്ക് 20 കൂടുതൽ പറയാം. 20 കൂടുതൽ മൈലേജ് പറയാൻ ഡീസൽ വണ്ടി നോക്കല്ലേ. കൊറോള അൾട്ടീസ് ഓട്ടോമാറ്റിക് പെട്രോൾ 2008 പുതിയ പേപ്പർ, 5 കൊല്ലത്തെ പുതിയ പേപ്പർ, പുതിയ റിന്യൂവൽ, ടാക്സ് അല്ല നമ്പറായ വണ്ടി 2008 പെട്രോൾ 1.8 V ടോപ്പ് വേരിയന്റ്, ടോപ്പ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി. മൈലേജ് കാര്യം ഇപ്പൊ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. 10-12 പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വണ്ടിയാണ്. 10-12 മൈലേജ്. ഇറങ്ങിയ സമയത്ത് ഒരു രാജാവിന്റെ വില ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടി, ചെറിയ പൈസക്ക് ഇന്ന് കിട്ടാവുന്ന അടിപൊളി വണ്ടിയാണ്. അപ്പൊ സജസ്റ്റ് ചെയ്യാം പെട്രോൾ വണ്ടി. അതായത് എഞ്ചിൻ പരമായിട്ട് നോക്കണ്ട, പെട്രോൾ വണ്ടി നല്ല വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ വണ്ടി. ഇത് നമുക്ക് ഇപ്പൊ നിലവിൽ പുതിയ പേപ്പർ എടുത്ത് പുതിയ റിന്യൂവൽ എടുത്ത് 2,70,000 രൂപ കൊടുക്കും. ഓക്കെ, നമ്പർ ആയിട്ടില്ല, വിത്ത് നമ്പർ ഫുൾ പേപ്പറോ കൂടി 2,70,000. 2,70,000 ഒരു രാജകീയ വണ്ടി ഇവിടെ റെഡിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അതിൽ ഗ്യാരണ്ടി, എഞ്ചിന്റെ കാര്യത്തിൽ പക്കാ ഗ്യാരണ്ടി. ഫ്ലഡ് ഈ കൊണ്ടുവരുന്ന വണ്ടിക്ക് ആൾക്കാർക്ക് സംശയം ഫ്ലഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പേപ്പറിൽ നമ്മൾ എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കുള്ളൂ. ശരി.